കാരണം ഞാൻ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ ചില പടത്തിൽ ഞാൻ നോക്കില്ല എന്താണ് എൻ്റെ ക്യാരക്ടർ. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് എല്ലാം. കാരണം ഇപ്പൊ ഞാൻ രവിവർമ്മൻ സാറിന്റെ കൂടെ ചെയ്തപ്പോൾ അതെനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഹുളാമ്പി എന്ന പടം ഭയങ്കര എക്സ്പീരിയൻസ്. കാരണം DOP സാർ, രവിവർമ്മൻ സാറൊക്കെ പറയുമ്പോൾ, TK രാജീവ് കുമാർ സാറൊക്കെ പറയുമ്പോൾ അതിലെല്ലാവരും നാഷണൽ അവാർഡ് വിന്നേഴ്സ് ആയിരുന്നു. നിത്യമേനാണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഓൾ വേ നാഷണൽ അവാർഡ് വിന്നേഴ്സ് എക്സെപ്റ്റ് മീ. അപ്പോൾ അതെനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഞാനിപ്പോൾ ബേസിക്കലി ഐ എം ലേണിംഗ്. എന്താ പറയുക, 1 by 1 പടങ്ങൾ ചെയ്യുമ്പോഴാണ് ജാനേമനിൽ കുറേ പേരുടെ അടുത്ത് പറഞ്ഞു ഭയങ്കരമായിട്ട് നീ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഭയങ്കര രസമായിട്ട് നീ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തെലുങ്ക് സംഭവം ഞാൻ ഈ NMBK ഞാൻ പറഞ്ഞത് അതിലെനിക്ക് കുറേ കോംപ്ലിമെന്റ്സ് കിട്ടിയിരുന്നു അവിടെ നിന്ന്. അത് കാരണമാണ് എനിക്ക് മോർ 2 films ഐ ഗോട്ട് ദെയർ. സോ ഹോപ്പ്ഫുള്ളി ഒരു പെരുങ്കളിയാട്ടം എനിക്ക് ആൾക്കാരെന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാരണം അതൊരു നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. അതിൽ കണ്ണൂർ ഭാഷയായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഡബ് ചെയ്യാൻ. ഞാൻ തന്നെയാണ് ചെയ്തത്. എങ്ങനെ ആ ചലഞ്ച് ഏറ്റെടുത്തു? അത് കാരണം പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എന്റെ ശബ്ദം അറിയാലോ. ലൈക് ബിക്കോസ് ദേ ഹാവ് അക്സെപ്റ്റഡ് മീ ആസ് എ സിംഗർ. സോ സംവെയർ വേറെ ആൾ ഡബ് ചെയ്യുമ്പോൾ അതൊരു അത് ആക്ച്വലി സോളോയില് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, വേറെ ആളാണ് ഡബ് ചെയ്തത്. അപ്പോൾ പിന്നെ ജയരാജ് സാറിന്റെ മസ്റ്റ് ആയിരുന്നു ഞാൻ തന്നെ ചെയ്യണമെന്ന്. ഞാൻ എന്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി സാറിന്റെ വേറൊരു വേർഷൻ അല്ലെങ്കിൽ അതിനോട് ബന്ധമുള്ളൊരു സിനിമയാണല്ലോ അത്. സാറിന്റെ അടുത്ത് സംസാരിക്കോ മീറ്റ് ചെയ്യോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? സുരേഷിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. മീൻസ് സാറും ഉണ്ട് ഇതിന്റെ കൂടെ അല്ലേ? സുരേഷ് ഏട്ടന്റെ പടമാണ് ഒരു പെരുങ്കളിയാട്ടം. ഓ അങ്ങനെ. ഞാൻ വിചാരിച്ചു അതിന്റെ വേറൊരു പാർട്ടായിട്ടാണ് ഇത് വരുന്നത് എന്നുള്ളതാണ്. കളിയാട്ടം ഫസ്റ്റ് സെയിം ടീം സെയിം ഇതിന് ഒരു പെരുങ്കളിയാട്ടം ആണ് സെക്കൻഡ് ആണ്. പക്ഷെ അങ്ങനെ കണ്ടിന്യൂറ്റി ഉണ്ടോ അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു അയ്യോ ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സുരേഷ് ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്. കാരണം എന്താ പറയാ, ഭയങ്കര കെയർ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇപ്പൊ എന്റെ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ണൂർ ഭാഷ, പിന്നെ സുരേഷിന്റെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ ലയിക്കുന്നു. പക്ഷെ സാർ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ ഇവിടെ നിന്നോ, ക്യാമറമാൻ്റെ അടുത്തും അല്ലെങ്കിൽ അവരുടെ അടുത്തും പറയും സിദ്ധൂടെ ഇങ്ങനെ ഇതെടുത്തോ, ഒരു വന്നാൽ നല്ലതായിരിക്കില്ലേ. സോ ഹി വാസ് വെരി വെരി കൺസേൺ. ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പുള്ളിയിൽ തോന്നിയത് എന്തായിരിക്കും? ഐ തിങ്ക് ഹി ഈസ് എ വെരി ഇമോഷണൽ ഗൈ. അതാണ് എനിക്ക് ഏറ്റവും തോന്നിയത്. കാരണം അത്രേ സിനിമയുടെ സെറ്റിലാണ് ഞാൻ എന്താ പറയുക സംസാരിച്ചതും എല്ലാം. പക്ഷേ ഹീസ് എ വെരി ഇമോഷണൽ പേഴ്സൺ ആയിട്ട് എനിക്ക് തോന്നി. ഞാനൊരു റൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് സിദ്ധാർത്ഥിൽ നിന്ന് തന്നെ ഞാൻ എടുത്തതാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ വന്ന ഒരു സാധനം ഞാൻ ഒരു കടമായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നിങ്ങളോട് തന്നെ ചോദിക്കാൻ പോവാണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻസും ഓഡിയൻസിന്റെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അത് നിങ്ങൾ തന്നെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. അൺനോൺ ഫാക്ടേഴ്സ് അബൌട്ട് സിദ്ധാർത്ഥ് മേനോൻ. അൺനോൺ ഫാക്ടേഴ്സ് അബൌട്ട് മീ. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അത് റിലേറ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്താൽ മതി. ഫസ്റ്റ് ലവ്, ക്രിക്കറ്റ് ഓർ സിംഗിങ്? ക്രിക്കറ്റ്. സിംഗിങ് ടു. എന്താ സിംഗിങ് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. ക്രിക്കറ്റ് ആണ് എന്റെ ഫസ്റ്റ് ലവ്. ലൈക്ക് അകത്തുനിന്ന് ഇഫ് യു ആസ്ക് മീ ഐ എം സംവെയർ, ഞാനിപ്പോ സ്റ്റേജിൽ പോകുമ്പോഴും എൻ്റെ ഉള്ളൊരു സ്പോർട്സ്മാൻ ആണ് ആക്ച്വലി ആ സ്റ്റേജിൽ വരാം. ലൈക്ക് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അത് ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ക്രൗഡ് ആണെങ്കിലും അത് എങ്ങനെയെങ്കിലും ഷോ അടിപൊളിയാക്കാം. സോ അതൊക്കെ എൻ്റെ ഒരു സ്പോർട്സ്മാൻ്റെ ക്വാളിറ്റീസ് ആണ് എനിക്ക് ബേസിക്കലി കാണുന്നത്. ലൈക്ക് ലോട്ട് ഓഫ് ടൈംസ് വെൻ ഐ ഗോ ഓൺ സ്റ്റേജ് ഐ ഫീൽ ലൈക്ക് ആ ക്വാളിറ്റീസ് എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.